US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത പരിപാടിയിൽ ഒരു വെടിവെപ്പുണ്ടായി. വൈറ്റ് ഹൗസിലെ ഹിൽട്ടൺ ഹാളിൽ മാധ്യമപ്രവർത്തകർക്ക് ഒരുക്കിയ അത്താഴ വിരുന്നിനിടെയായിരുന്നു സംഭവം. കാലിഫോർണിയ സ്വദേശിയായ കോൾ തോമസ് അലനാണ് സെക്യൂരിറ്റി ചെക്ക് പോയിന്റിലെത്തി വെടിവെച്ചത്. സംഭവത്തിന് പിന്നാലെ ട്രംപ് ഒരു വാർത്താ സമ്മേളനം നടത്തി. അതോടെ സ്റ്റേജ്ഡ് എന്ന വാക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. വെടിവെപ്പ് രാഷ്ട്രീയ നേട്ടത്തിനായി ട്രംപും മറ്റു നേതാക്കളും കെട്ടിച്ചമച്ചതാണെന്ന തരത്തിലാണ് പോസ്റ്റുകൾ. ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ തലപൊക്കി. മാധ്യമങ്ങൾ ഇക്കാര്യം വാർത്തയാക്കുകയും ചെയ്തതോടെ ചർച്ചകൾ കൊഴുത്തു. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ട്രംപ്, ഭാര്യ മെലാനിയ, വൈസ് പ്രസിഡന്റ് JD വാൻസ്, ക്യാബിനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിലാണ് വെടിവെപ്പുണ്ടായത്. അത്താഴവിരുന്ന് നടക്കുന്ന ഹാളിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ശേഷമാണ് കോൾ തോമസ് അലൻ വെടിയുതിർത്തത്. വെടിവെച്ച കേട്ടയുടൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വേദി വളഞ്ഞു. ട്രംപിനെയും വാൻസിനെയും ഉൾപ്പെടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. വെടിവെപ്പിൽ ആർക്കും പരിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അക്രമിയെ അപ്പോൾ തന്നെ പോലീസ് പിടികൂടി. അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ട്രംപ് ഉൾപ്പെടെ ഭരണകൂട ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് അക്രമി എത്തിയത് എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആദ്യ പ്രതികരണം. ആക്രമണത്തിന് മുന്നോടിയായി കുടുംബാംഗങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ ബാലപീഡകൻ, ബലാത്സംഗം, രാജ്യദ്രോഹി എന്നീ വാക്കുകൾ കോൾ തോമസ് അലൻ ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വന്നു. ട്രംപിന്റെ പേര് പറയുന്നില്ലെങ്കിലും എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാകാം അക്രമി സൂചിപ്പിച്ചതെന്നായിരുന്നു വിലയിരുത്തൽ. അതേസമയം ട്രംപിനെയല്ല, ഭരണകൂട ഉദ്യോഗസ്ഥരെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്ന് പ്രതി വ്യക്തമാക്കിയതായാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. കോൾ തോമസ് അലന് ഇസ്രായേലുമായി ബന്ധമുണ്ട തരത്തിലാണ് റഷ്യൻ, ഇറാനിയൻ മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ഇക്കാര്യം US അന്വേഷണ ഏജൻസികൾ തള്ളിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ കോൾ തോമസ് അലന് വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. വിദേശ ഇടപെടലുകളൊന്നും ഇല്ലെന്നാണ് ഏജൻസികളുടെ സ്ഥിരീകരണം. ട്രംപും US ഭരണകൂടവും ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന രാജ്യാന്തര പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായി നടത്തിയ ഓപ്പറേഷൻ എന്നാണ് ഒരു പക്ഷത്തിന്റെ വാദം. ഇസ്രായേലിന്റെ വാക്കുകേട്ട് ഇറാനെതിരെ തുടങ്ങിയ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കുമെന്നറിയാതെ നട്ടം തിരിയുന്ന നേരത്തെ തോന്നിയ ബുദ്ധിയെന്നാണ് അവരുടെ വിശദീകരണം. യുദ്ധം US-നെ സാമ്പത്തികമായി തളർത്തിയിട്ടുണ്ട്. എണ്ണവില ഉയരുന്നത് മൂലമുള്ള ആഭ്യന്തര പ്രതിസന്ധിക്കൊപ്പം ഫലമില്ലാത്ത യുദ്ധത്തിനായി പണം ചെലവിടുന്നതും US-നെ ബാധിച്ചിട്ടുണ്ട്. ഇറാനെതിരായ യുദ്ധം 2 മാസമാകുമ്പോൾ $25 ബില്യൺ ചെലവായെന്നാണ് പെന്റഗൺ അറിയിച്ചിരിക്കുന്നത്. ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങൾ, അവയുടെ പ്രവർത്തന ചെലവ്, പരിപാലനം ഉൾപ്പെടെ മൊത്തം ചെലവായ തുകയാണിത്. ഏതൊക്കെ കാര്യത്തിന് എങ്ങനെയൊക്കെ പണം ചിലവിട്ടു എന്ന കാര്യത്തിൽ കൃത്യതയില്ല. യുദ്ധം തുടങ്ങി 6 ദിവസത്തിനുള്ളിൽ തന്നെ $11.3 ബില്യൺ ചെലവിട്ടതായി പെന്റഗൺ അറിയിച്ചിരുന്നു. ഇനിയും $200 മില്യൺ സഹായം വേണമെന്നാണ് പെന്റഗണിന്റെ ആവശ്യം. ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന ഗൾഫ് മേഖലയിലെ US സൈന്യ താവളങ്ങൾ നേരെയാക്കാനും വേണം കൂടുക. ഇറാന് മുന്നിൽ അടിയറവ് പറയേണ്ടി വരുമെന്ന ഘട്ടത്തിൽ ട്രംപ് നടത്തുന്ന നാടകമാണോ ഇതെന്നാണ് ചിലർ സംശയം പ്രകടിപ്പിക്കുന്നത്. വൈറ്റ് ഹൗസിൽ പുതിയ ബോർഡ് റൂം നിർമ്മിക്കണമെന്ന കാര്യത്തിൽ പിന്തുണ ഉറപ്പാക്കാനുള്ള ട്രംപിന്റെ അതിബുദ്ധിയാണെന്നാണ് മറ്റു ചിലരുടെ വാദം. ട്രംപ് ഏറെ താല്പര്യമെടുത്തിട്ടും കോടതി ഇടപെട്ട് ബോർഡ് റൂം നിർമ്മാണം തടഞ്ഞിരുന്നു. ചരിത്ര പൈതൃക സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന നാഷണൽ ട്രസ്റ്റ് ഫോർ ഹിസ്റ്റോറിക് പ്രിസർവേഷൻ സമർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതി ഇടപെടൽ. $400 മില്യൺ ചെലവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കോടതി തടഞ്ഞത്. കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെയാണ് നിർമ്മാണം തുടങ്ങിയതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി നടപടി. അനുമതി ലഭിക്കുന്നതുവരെയാണ് സ്റ്റേ. വൈറ്റ് ഹൗസിലെ ചരിത്ര പ്രസിദ്ധമായ ഈസ്റ്റ് വിങ് പൊളിച്ചാണ് അതീവ സുരക്ഷയുള്ള ബോർഡ് റൂം നിർമ്മിക്കുന്നത്. വൈറ്റ് ഹൗസിലേക്കുള്ള ഒരു പ്രവേശന കവാടം എന്ന നിലയിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈസ്റ്റ് വിങ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് മുൻകൈയെടുത്ത് ബോംബാക്രമണത്തെ ചെറുക്കാനുള്ള ബങ്കർ ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കി. പിന്നീട് ഇത് പ്രസിഡൻഷ്യൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററായി അറിയപ്പെട്ടു. താമസിയാതെ പ്രഥമ വനിതയ്ക്കും അവരുടെ സ്റ്റാഫിനുമുള്ള ഓഫീസായി. പ്രസിഡന്റിന് സിനിമയും സ്പോർട്സ് മത്സരങ്ങൾ കാണാനും മറ്റു വിരുന്നുകൾക്കായുള്ള വേദിയായി ഈസ്റ്റ് വിങ് മാറി. അത് പൊളിച്ചാണ് ട്രംപ് അതീവ സുരക്ഷയുള്ള പുതിയ ബോർഡ് റൂം നിർമ്മിക്കുന്നത്. ഇക്കാര്യത്തിൽ ട്രംപിന് പൊതു പിന്തുണ ആവശ്യമാണ്. അതിനുവേണ്ടി ട്രംപ് കണ്ടുപിടിച്ച സൂത്രപ്പണിയാവും ഈ വെടിവെപ്പെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ മറ്റൊരു പ്രചാരണം. വെടിവെപ്പിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിലും ബോർഡ് റൂമിനെ കുറിച്ച് ട്രംപ് വാചാലനായിരുന്നു. ആ വാക്കുകളാണ് ഇത്തരം സംശയങ്ങൾക്കും പ്രചാരണങ്ങൾക്കും ആക്കം കൂട്ടിയത്. ട്രംപ് അല്ലേ എങ്ങനെ പറയുമെന്നും ചെയ്യുമെന്നും ആർക്കും ഊഹിക്കാനാവില്ലല്ലോ. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ഇതൊന്നും അത്ര ഗൗരവമായി എടുത്തിട്ടില്ല. ഹിൽട്ടൺ വെടിവെപ്പിനെ കുറിച്ചുള്ള 3 ലക്ഷത്തിലധികം പോസ്റ്റുകളിലെങ്കിലും സ്റ്റേജ്ഡ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്.